ശേഷം 20-ാം അധ്യായം 19 മുതലുള്ള തിരുവചനങ്ങൾ. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങളുയർത്തി വീശിക്കൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ, ഇത്രയുള്ളോ സന്തോഷം? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ സമാധാനത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയൊക്കെ പഠിച്ചിട്ട് സമാധാനം കിട്ടിയോ? കുടുംബസമാധാനമുണ്ടോ? വീട്ടുകാരോട് ചോദിക്കണം അല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടെ അല്ല, എപ്പോഴും ഇത് തന്നെ ആവർത്തിക്കുന്നതാണ്. എന്തുകൊണ്ടാണ്? നമ്മുടെ മനസ്സിൽ പതിയുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താ? സമാധാനമാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സൗകര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാലും സമാധാനമില്ലെങ്കിൽ ജീവിതത്തിന് ഒരു സന്തോഷവും ഉണ്ടാകില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, ഒരു രോഗപീഠ വരുമ്പോൾ നമുക്ക് ആദ്യം നഷ്ടപ്പെടുന്നത് സമാധാനമാണ്. പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഏത് ഹോസ്പിറ്റലിൽ പോയാലും എത്ര വലിയ ട്രീറ്റ്മെൻറ്റ് കൊടുത്താലും നമുക്ക് നമ്മുടെ സമാധാനം അല്ലേ നഷ്ടപ്പെടും. ഒരിക്കലും ഈ പ്രശ്നങ്ങൾക്കൊരിക്കലും സമാധാനം നമുക്ക് നൽകില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, ആത്യന്തികമായിട്ട് ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. നിത്യം നിലനിൽക്കുന്ന സമാധാനം, ശാശ്വതമായ സമാധാനം. അത് ആർക്കാണ് നൽകാൻ സാധിക്കുന്നത്? ഈശോയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ ലോകത്തിനൊരിക്കലും ആ സമാധാനം നൽകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ സമാധാനമെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഒരു പ്രതിസന്ധിയോ പ്രശ്നങ്ങളോ ഇല്ലാത്ത അവസ്ഥയല്ല. പരിശുദ്ധാത്മാവ് നൽകുന്ന സമാധാനമെന്ന് പറയുന്നത് ആന്തരികമായ ശാന്തതയാണ്, മനസ്സിൻ്റെ സ്വസ്ഥതയാണ്. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോഴും നമ്മുടെ മനസ്സിനെ സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് നമുക്ക് നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കുവാനായിട്ട് സാധിക്കുന്നതാണ് പരിശുദ്ധാത്മാവ് നൽകുന്ന സമാധാനം. അല്ലാതെ രോഗമില്ലാത്ത അവസ്ഥയല്ല, വീട്ടിൽ പ്രശ്നമില്ലാത്ത അവസ്ഥയല്ല. ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് സമാധാനപരമായിട്ട് പരിഹരിക്കുവാനായിട്ട് സാധിക്കണമെങ്കിൽ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ടാകണം. വേറെ ആത്മാവുണ്ടായിട്ട് കാര്യമില്ല. അപ്പോൾ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും അതികഠിനമായ രോഗപീഠകളിലേക്കുമൊക്കെ കടന്നു പോകുമ്പോഴും അവയെല്ലാം സ്വസ്ഥതയോടെ ശാന്തതയോടെ നേരിടുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് പരിശുദ്ധാത്മാവ് നൽകുന്ന സമാധാനം ഉള്ളിലുള്ളത് കൊണ്ടാണ്. അല്ലാണ്ട് നിങ്ങളുടെ കഴിവ് കൊണ്ടാണോ? നമ്മുടെ കഴിവ് കൊണ്ടല്ല. അത് പരിശുദ്ധാത്മാവിന് നമുക്ക് നൽകുന്ന ഒരു ഫലമാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ള വ്യക്തികളാണ് ഈ സമാധാനം ആസ്വദിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ,
ഞങ്ങളിൽ വന്നു നിറയണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സമാധാനം നിറയ്ക്കണമേ. ഞങ്ങളെ സമാധാനത്തിൽ നിലനിർത്തണമേ. പ്രിയപ്പെട്ടവരെ, സമാധാനത്തിൽ നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകത നമുക്കറിയാം അല്ലേ? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ സമാധാനമുണ്ടാകുമോ? ഇല്ല. അപ്പോൾ ഈ സമാധാനത്തിൽ നിലനിൽപ്പുണ്ടാകണം. അതുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. എന്ത്? സമാധാനത്തിൽ ഞങ്ങളെ നിലനിർത്തണമേ എന്ന് ഉച്ചത്തിൽ വിളിച്ചേ. ഈശോയേ, സമാധാനം ആഗ്രഹിച്ചു വിളിച്ചേ. ഭയഭക്തിയോടെ വിളിച്ചേ. മനസ്സിന് ശാന്തത തരണമേ. ഞങ്ങളുടെ മനസ്സിന് സ്വസ്ഥത തരണമേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ സമാധാനത്തിൻ്റെ ഈ കൃപ ഈശോ ആസ്വദിച്ചതെന്ന് നമ്മൾ പല ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. തൻ്റെ ജീവിതത്തിലുണ്ടായ, ഈശോയുടെ ജീവിതത്തിലുണ്ടായ ഒരു പ്രതികൂലമായ സാഹചര്യമായിരുന്നു ദേവാലയത്തിൽ വെച്ച് കാണാതെ പോകുന്നത്. ബാലനായ യേശുവാണ്, അധികം പ്രായമൊന്നുമില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തെ ഈശോ എങ്ങനെയാണ് നേരിട്ടത്, ബാലനായ ഈശോ എങ്ങനെ നേരിട്ടു എന്നതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നീട് നമ്മൾ യേശു കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്ന ആ സംഭവം പഠിച്ചു കഴിഞ്ഞതാണ്. മനോധൈര്യം ചോർന്നു പോകുന്ന ഭയാനകമായ അത്തരമൊരു സാഹചര്യത്തിൽ ഈശോ എന്ത് ചെയ്യുകയായിരുന്നു? ഈശോ ഉറങ്ങുകയായിരുന്നു. നമ്മളെപ്പോലെയല്ല ഉറങ്ങിയത് കേട്ടോ. ഈശോയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈശോയുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്ന ശാന്തതയാണ്. അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അന്ത്യാത്താഴ സമയത്ത് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയ ആ സമാധാനത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. യേശു പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 27 തിരുവചനം എന്താ പറഞ്ഞത്? ഈശോ, എൻ്റെ സമാധാനം നിങ്ങൾക്ക് നൽകുന്നു. മറ്റുള്ളവരുടെ സമാധാനം എടുത്ത് കടം നൽകുകയല്ല ചെയ്തത്. എൻ്റെ സമാധാനം നിങ്ങൾക്ക് നൽകുന്നു. ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. പ്രിയപ്പെട്ടവരെ, യേശു നൽകുന്ന ഈ സമാധാനം നമ്മുടെ ഉള്ളിലുണ്ടാകുമെങ്കിൽ പ്രതിസന്ധികളിലൂടെ കടന്നുപോയാലും പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നുപോയാലും അവയൊന്നും നമ്മെ ഭയപ്പെടുത്തുകയില്ല. കാരണം നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്നത് ഈശോയുടെ സമാധാനമാണ്. ഈശോ നേരിട്ട അതിദാരുണമായ അവസ്ഥയ്ക്കും പീഡാസഹനങ്ങൾക്കും ആ കുരിശുമരണത്തിനുമൊന്നും ഈശോയുടെ ഹൃദയത്തിലെ സമാധാനത്തെ തകർക്കുവാൻ കഴിഞ്ഞില്ല. ഈശോ നൽകുന്ന സമാധാനം എന്ന് പറയുന്നത് അത് അല്പകാലത്തേക്കുള്ളതല്ല, അത് ശാശ്വതമായി നിത്യം നിലനിൽക്കുന്ന സമാധാനമാണ്. അത് ദൈവത്തിന് മാത്രമേ തരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. താൻ നാളെ മരിക്കുമെന്നും ഇന്ന് തൻ്റെ ജീവിതത്തിൻ്റെ അവസാന ദിവസമാണെന്നറിഞ്ഞിട്ടും നാളെ തന്നെ കാത്തിരിക്കുന്നത് വലിയ പാടുപീഡകളാണെന്നറിഞ്ഞിട്ടും ഈശോ അസ്വസ്ഥനായോ? എന്തുകൊണ്ടാണ് അസ്വസ്ഥനാകാതിരുന്നത്? കാരണം ഈശോയുടെ ഉള്ളിൽ ഈ സമാധാനമുണ്ടായിരുന്നു. നമ്മളാണെങ്കിലോ നാളെ മരിക്കുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലേ എപ്പോൾ സമാധാനം നഷ്ടപ്പെട്ടെന്ന് ചോദിച്ചാൽ. അപ്പോൾ ഈശോയുടെ സമാധാനത്തെ തകർക്കുവാൻ ഒരു പ്രതികൂല സാഹചര്യത്തിനും കഴിഞ്ഞില്ല എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമുക്കൊരു മാതൃകാ പാഠമാണ്. ഇത്രയധികം പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടും അവയെല്ലാം സ്വസ്ഥതയോടെ മനസമാധാനത്തോടെ ഈശോ നേരിടുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഞെരുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഒന്നിനു പുറകെ മറ്റൊന്നായി പല രീതിയിൽ പ്രതിസന്ധികൾ ഒഴിയാബാധയായി നമ്മെ വരിഞ്ഞു മുറുക്കുമ്പോൾ, പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റാതെ വലയുമ്പോൾ
ആകുലതകളും അസ്വസ്ഥതകളും നമ്മെ തളർത്താതിരിക്കാൻ, നമ്മുടെ ജീവിതം വഴിമുട്ടാതിരിക്കാൻ നമ്മൾ സമാധാനം കണ്ടെത്തേണ്ടത് കർത്താവിലായിരിക്കണം. മറ്റു വഴികളല്ല നമ്മൾ തിരയേണ്ടത്. ലോകത്തിന് നമ്മെ രക്ഷിക്കാനോ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരാനോ സാധിക്കില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അല്ലെ, മനഃശാസ്ത്രത്തിനൊക്കെ ഒരു പരിധിയുണ്ട്. അല്ലെ, ഡോക്ടർമാർക്ക് എല്ലാവർക്കും ഒരു പരിധിയുണ്ട്, കൗൺസിലിനൊക്കെ ഒരു പരിധിയുണ്ട്. ഈ പരിധിക്കപ്പുറമാണ് ദൈവമെന്ന് പറയുന്നത്. അപ്പൊ ലോകത്തെ കീഴടക്കിയ, എല്ലാ പ്രതിസന്ധികളിലും വിജയം വരിച്ച, കുരിശുകളെ നേരിട്ട കർത്താവിലാണ് നമ്മൾ സമാധാനം കണ്ടെത്തി സ്വസ്ഥത ആസ്വദിക്കേണ്ടത്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാമത്തെ തിരുവചനം നമ്മൾ കണ്ടതാണ്. കർത്താവ് നൽകുന്ന മുന്നറിയിപ്പ്, നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. ഈ വചനം എഴുതി വെച്ചിട്ട് എത്ര വർഷമായല്ലേ? നമ്മളിപ്പോഴെങ്കിലും കർത്താവിലേക്ക് തിരിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ 100 പ്രശ്നങ്ങളെന്നും പറഞ്ഞിട്ട് മരിച്ചു നമ്മളിങ്ങനെ ചുറ്റുകിടക്കാറില്ലേ? 100 കൂട്ടം പ്രശ്നങ്ങളാ. അത് 100-ൽ കൂടുന്നല്ലാണ്ട് ഒരിക്കലും കുറയുന്നില്ല. എന്തുകൊണ്ടാ കുറയാത്തത്? നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ വിട്ടുകൊടുക്കുന്നില്ല, കർത്താവിന് വിട്ടുകൊടുക്കുന്നില്ല. നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. പക്ഷെ നമ്മൾക്ക് കേൾക്കാനായിട്ട് ചെവിയില്ല. കർത്താവ് വീണ്ടും പറയുകയാണ്, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. നമുക്ക് ഞെരുക്കമുണ്ടാകുന്നതിന് മുമ്പ് കർത്താവ് പ്രവചിക്കുകയാണ്, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ലോകത്തെ കീഴടക്കിയ, പ്രതിസന്ധികളെ കീഴടക്കിയ, കുരിശുകളെ, വേദനകളെ, കഷ്ടപ്പാടുകളെ, സഹനങ്ങളൊക്കെ കീഴടക്കിയവനാണ് ആ സമാധാനം നമുക്ക് വെച്ചു നീട്ടുന്നത്. നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തുന്നതിനാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. നമ്മൾ ഈ വചനങ്ങളൊക്കെ അങ്ങ് മാറ്റിവെച്ചിട്ട് നമ്മൾ മറ്റു പലതിലുമാണ് സമാധാനം കണ്ടെത്തുന്നത്. ചിലർ സമാധാനം കണ്ടെത്തുന്നത് എന്തിനാ? മദ്യത്തിലാ, അല്ലേ? മേരിച്ചേച്ചി കഥ പറഞ്ഞപ്പോ ഒരു ചിരി. മേരിച്ചേച്ചി എന്തിനാ സമാധാനം കണ്ടെത്തുന്നത്? ശാന്തി കിട്ടാൻ. അല്ലെ, എവിടുന്ന് കിട്ടും ഈ ശാന്തി? ഈശോ തരണം. ഈശോയെ സമീപിച്ചാലേ തരുവുള്ളൂ. കള്ള് ഷാപ്പിൽ നിന്ന് കിട്ടുവോ? കള്ള് ഷാപ്പിൽ നിന്ന് കിട്ടുവോ? ഇല്ല. ചിലര് മയക്കുമരുന്നില്ല സമാധാനം കിട്ടുന്നത്, ചിലർ മറ്റു പല വഴികളും തേടുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏത് വഴി തേടിയാലും നമുക്ക് ശാശ്വതമായ സമാധാനം കിട്ടില്ല. അത് കിട്ടണമെങ്കിൽ നമ്മളതുള്ളവനെ സമീപിക്കണം. അതുള്ള യേശുവാ. ആ സമാധാനം ഇങ്ങനെ ഫ്രീ ആയിട്ട് നിന്നിട്ട് നമുക്ക് ആർക്കും വേണ്ട, അല്ലേ? മരണമടഞ്ഞ അമേരിക്കൻ സെനറ്റർ ഡേവിഡ് കെന്നഡിയുടെ മൃതദേഹം 1984 ഏപ്രിൽ 25-ന് അമേരിക്കയിലെ പാം ബീച്ചിലെ ഒരു ഹോട്ടലിൽ കാണപ്പെട്ടു. മയക്കുമരുന്നാണ് ആ 28-കാരൻ്റെ ജീവൻ ഒടുക്കിയത്. കെന്നഡി കുടുംബത്തിലെ അത്യാഹിതങ്ങളുടെ പരമ്പരയിൽ ഈ സംഭവത്തെയും പത്രങ്ങൾ ഉൾപ്പെടുത്തി അവർ ശരിക്കും ആഘോഷിച്ചു. ദീർഘനാളായി മയക്കുമരുന്നിനടിമപ്പെട്ട ജീവിതമായിരുന്നു ഡേവിഡ് കെന്നഡിയുടേത്. കെന്നഡി കുടുംബത്തിനു വേണ്ടി സെനറ്റർ എഡ്വേർഡ് കെന്നഡി ഇങ്ങനെ പറഞ്ഞു. ആ വചനമാണ് പ്രധാനപ്പെട്ടത്. ഈ ലോകത്തിൽ ലഭിക്കാതിരുന്ന ശാന്തി ഡേവിഡിന് പരലോക ജീവിതത്തിൽ ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആവർത്തിക്കുകയാണ്, ഈ ലോകത്തിൽ ലഭിക്കാതിരുന്ന ശാന്തി ഡേവിഡിന് പരലോകത്തിൽ ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്ക് നൽകുന്ന സമാധാനം നമ്മൾ എവിടെയാണ് ആസ്വദിക്കേണ്ടത്? പരലോകത്തിലാണോ അതോ ഈ ലോകത്തിലാണോ? ഈ ലോകത്തിലാണ് നമ്മൾ അനുഭവിക്കേണ്ടത്. അത് നമ്മൾ അനുഭവിക്കാതെ, കർത്താവിൽ ആശ്രയിക്കാതെ, സമാധാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ തേടുന്ന വഴികളൊക്കെ കർത്താവ് കാണിച്ചു തരാത്ത വഴികളാണ്. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും വഴികളാണ്.
ഈ ലോകത്തിൽ യാതൊരു ശക്തിക്കും നൽകാനാകാത്ത സമാധാനമാണ് യേശു ഈ ലോകത്തിൽ വെച്ച് തന്നെ നമുക്ക് നൽകുന്നത്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ശാശ്വതമായ സമാധാനം നൽകുന്നവനെ, ഞങ്ങളുടെ ആകുലതകളിൽ അസ്വസ്ഥതകളിൽ പരിഹാരമായവനെ, വചനത്തിലൂടെ മുന്നറിയിപ്പ് നൽകുന്നവനെ, സമാധാനം ആഗ്രഹിച്ചു വിളിക്കട്ടെ. നമ്മുടെ എല്ലാ മനോവേദനകളും സമർപ്പിച്ചു വിളിക്കട്ടെ. ദാനമായി നൽകുന്ന സമാധാനം ആഗ്രഹിച്ചു വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോസ് മാണിപ്പറമ്പിലച്ഛൻ്റെ പുസ്തകത്തിൽ ലണ്ടനിൽ നടന്ന ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. ഒരു കുട്ടിയുടെ ശവസംസ്കാര ശുശ്രൂഷ കഴിഞ്ഞ് ആ വൈദികൻ തിരിച്ചു പോകുകയാണ്. പോകും വഴി ആ കുട്ടിയുടെ അമ്മയെ ആശ്വസിപ്പിക്കാനായിട്ട് അവരുടെ വീട്ടിൽ അച്ഛൻ കയറി. വിരഹവേദന അനുഭവിക്കുന്ന, ദുഃഖമനുഭവിക്കുന്ന ആ അമ്മ ആ വൈദികന് ഒരു കുറിപ്പെടുത്തു കൊടുത്തു. അതിലേക്ക് നോക്കിയ വൈദികന്റെ കണ്ണുകൾ കലങ്ങി. ഹൃദയവേദനയോടെ അച്ഛൻ ആ കുറിപ്പ് വായിച്ചു. അതിൽ മരിച്ചുപോയ ആ കുട്ടി ഇപ്രകാരം എഴുതിയിരുന്നു: എനിക്കൊത്തിരി ആശയങ്ങളും അഭിലാഷങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ദുഃഖങ്ങളും എൻ്റെ ദുരിതങ്ങളും പറഞ്ഞറിയിക്കാൻ ഞാൻ ആരെയും ഈ ഭൂമുഖത്ത് കണ്ടില്ല. എനിക്കൊത്തിരി ആശയങ്ങളും അഭിലാഷങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും പറഞ്ഞറിയിക്കാൻ ഞാൻ ആരെയും ഈ ഭൂമുഖത്ത് കണ്ടില്ല. പ്രിയപ്പെട്ടവരെ, ആ 16 വയസ്സുകാരൻ്റെ ആത്മഹത്യ ആ വൈദികനെ ഒത്തിരി വേദനിപ്പിച്ചു. പിന്നീട് അദ്ദേഹം ആത്മഹത്യ ചെയ്യും മുമ്പേ എന്ന തലക്കെട്ടിൽ പത്രത്തിലൊരു പരസ്യം കൊടുത്തു. അതിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയായിരുന്നു: ജീവിതത്തിൽ നൊമ്പരപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ വേഗം എൻ്റെ അടുത്ത് വരൂ, അതിനുശേഷമാകാം ആത്മഹത്യ. പറയുന്നത് ഇങ്ങനെയാണ്: പിറ്റേ ദിവസം മുതൽ ആയിരങ്ങൾ ആ വൈദികന്റെ അടുത്തോടിക്കൂടി. അങ്ങനെ വന്നവരുടെ എല്ലാം ദുഃഖഭാരങ്ങൾ, ജീവിത ദുഃഖങ്ങൾ, മനോവിഷമങ്ങൾ അച്ഛൻ ഇറക്കി വെച്ചു എന്നാണ് ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സംഭവം വിവരിക്കുന്നത് അനേകായിരങ്ങൾ ആ വൈദികന്റെ അടുത്ത് ആ പരസ്യം കണ്ട് ഓടിക്കൂടി എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഇതുപോലെ, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് ഇതുപോലെ ഒരു പരസ്യം കണ്ടപ്പോൾ ആ വൈദികന്റെ അടുത്തേക്ക് ഓടിക്കൂടിയത്. പ്രിയപ്പെട്ടവർ, ബൈബിളിൽ കർത്താവ് എത്ര വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മളാരെങ്കിലും ആ വചനമൊന്ന് തുറന്ന് വായിച്ചിട്ട് ആ വചനത്തിൽ ആശ്വാസം കണ്ടെത്താറുണ്ടോ? അങ്ങനെ കണ്ടെത്തുകയാണെങ്കിൽ എന്തുമാത്രം പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കപ്പെടാനായിട്ട് സാധിക്കും, അല്ലെ? എന്തുമാത്രം ആത്മഹത്യകൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ, വിശ്വാസത്തോടെ വിളിച്ചേ. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ വാക്കുകളുടെ പ്രായോഗികതയാണ് ആ വൈദികനിലൂടെ നമ്മൾ കാണുന്നത്. എന്താണ് യേശു പറഞ്ഞത്? ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുക, നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിൻ്റെ താളുകളിൽ, ബൈബിളിൻ്റെ താളുകളിലുള്ള അച്ചടി മഷിയിലുള്ള ഈ വചനങ്ങൾ അടർത്തിയെടുത്ത് നമ്മുടെ ഹൃദയത്തിൽ പതിപ്പിക്കേണ്ടതാണ്, ആവശ്യമുള്ളപ്പോൾ ഉപകരിക്കുന്ന വിധത്തിൽ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി ഒരു പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ സമാധാനത്തിനായി നമ്മെ ക്ഷണിക്കുന്ന ഈശോയെ നമ്മൾ സമീപിക്കാറുണ്ടോ? ഓർക്കുക,
പ്രതിസന്ധികളിൽ വിജയിച്ച, വേദനകളെ നേരിട്ട, മരണത്തെ തോൽപ്പിച്ച ക്രിസ്തുവിലാണ് പ്രിയപ്പെട്ടവരെ സമാധാനത്തിന്റെ പൂർണ്ണതയുള്ളത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ മറ്റു വ്യക്തികളിലല്ല നമ്മൾ അഭയം തേടേണ്ടത്. അവർ നൽകുന്ന ഉപദേശത്തിനും കൗൺസിലിനുമൊക്കെ പരിമിതികളുണ്ട്, പരിധിയുണ്ട്. അപ്പോൾ പരിധിയില്ലാത്ത കർത്താവിലാണ് നമ്മൾ അഭയം തേടേണ്ടത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ആശ്വാസദായകനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ. ജീവിത ദുഃഖങ്ങളിൽ, സങ്കട സമയങ്ങളിൽ ഈശോയിൽ സമാധാനം കണ്ടെത്താൻ ഞങ്ങളെ പ്രേരിപ്പിക്കണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വിശുദ്ധ ഫ്രാൻസിസ് സാലസിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ആദ്യകാലങ്ങളിൽ അദ്ദേഹം വലിയ മുൻകോപിയായിരുന്നു. നിരന്തരമായ പരിശ്രമം വഴി അദ്ദേഹം വലിയ ശാന്തനായ വ്യക്തിയായി മാറിയെന്ന് പറയുകയാണ്. അദ്ദേഹം വലിയ ശാന്തനായി മാറി, സ്വയം പരിശ്രമിച്ചുകൊണ്ടാണ്. ഒരിക്കലൊരു യുവാവ് അദ്ദേഹത്തിന്റെ മുറിക്ക് സമീപമെത്തി ഒത്തിരിയേറെ അനാവശ്യങ്ങളൊക്കെ പറഞ്ഞ് ബഹളമുണ്ടാക്കി. ഈ വിശുദ്ധനാകട്ടെ ഒന്നും പ്രതികരിച്ചില്ല, ശാന്തമായി അവിടെ തന്നെ ഇരുന്നു. പിന്നീട് പ്രതികരണമൊന്നും ഉണ്ടാകാതിരുന്നപ്പോൾ ആ ബഹളം വെച്ച വ്യക്തി അദ്ദേഹത്തിന്റെ മുറിയിൽ ചെന്നിട്ട് അലങ്കോലപ്പെടുത്തുകയാണ്. അപ്പോഴും വിശുദ്ധൻ ശാന്തമായിട്ട് തൻ്റെ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരുന്നു. ഒരു പ്രതികരണവുമില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് പലരും ചോദിച്ചു, ആ യുവാവ് ഇത്രയേറെ നിന്ദനങ്ങൾ പറഞ്ഞിട്ടും, അസഭ്യങ്ങൾ പറഞ്ഞിട്ടും എങ്ങനെയാണ് ഈ നിന്ദനങ്ങളൊക്കെ അങ്ങേക്ക് ശാന്തമായിട്ട് സഹിക്കുവാൻ സാധിച്ചത്? അപ്പോൾ വിശുദ്ധൻ മറുപടി പറഞ്ഞു, ക്ഷോഭിച്ചിരിക്കുമ്പോൾ ഒരക്ഷരം പോലും പറയരുതെന്ന് മാതാവുമായിട്ട് ഞാൻ നേരത്തെ ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ക്ഷോഭിച്ചിരിക്കുമ്പോൾ ഒരക്ഷരം പോലും പറയരുതെന്ന് മാതാവുമായിട്ട് ഞാൻ നേരത്തെ ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു കരാർ നേരത്തെ ചെയ്തിട്ടുണ്ട്. എനിക്ക് അതിഭയങ്കരമായ കോപമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ശാന്തനായിരുന്നത്. മനസ്സിലായോ? കോപമില്ലാഞ്ഞിട്ടല്ല. അപ്പൊ കോപിക്കുമ്പോൾ ശാന്തമായിരിക്കുക, അതൊരു ഉടമ്പടിയായിട്ട് വിശുദ്ധനെടുത്തത് കൊണ്ടാണ് അതിഭയങ്കരമായ കോപം തോന്നിയപ്പോഴും അദ്ദേഹം ശാന്തനായിട്ടിരുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശ്രമിച്ചാൽ നമുക്ക് നമ്മുടെ പ്രശ്നം പരിഹരിച്ച് കരകയറുവാനും ശാശ്വതമായ സ്വസ്ഥത നമുക്ക് അനുഭവിക്കുവാനും സാധിക്കുമെന്നാണ് ഈ വിശുദ്ധൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധന്റെ വളരെ പ്രസിദ്ധമായ ഒരു വചനം ഇങ്ങനെയാണ്: വേദനയ്ക്കിടയിലും ശാന്തത പാലിക്കാനും ഉത്കണ്ഠകൾക്കിടയിൽ സമാധാനം പാലിക്കാനും സാധിക്കുന്നവൻ പരിപൂർണനാണെന്നാണ് അദ്ദേഹം പറയുന്നത്. വേദനയ്ക്കിടയിലും ശാന്തത പാലിക്കാനും ഉത്കണ്ഠകൾക്കിടയിൽ സമാധാനം പാലിക്കാനും സാധിക്കുന്നവൻ ആരാണ്? പരിപൂർണനാണ്. ഹല്ലേലൂയാ. ഓർക്കുക പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ ഫലമായ സമാധാനം ഉള്ളിലുള്ളവർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ പറയുവാനും പ്രവർത്തിക്കുവാനുമൊക്കെ സാധിക്കുകയുള്ളൂ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 9-ാമത്തെ തിരുവചനം സുവിശേഷ ഭാഗ്യങ്ങളാണ്. അതിൽ കർത്താവ് പറയുന്നു, സമാധാനം സ്ഥാപിക്കുന്നവർ ആരാണ്? ഭാഗ്യവാന്മാർ, അവര് ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നമ്മളിപ്പോൾ എങ്ങനെയാണ് വിളിക്കപ്പെടുന്നത്? നമ്മളിപ്പോഴും അറിയപ്പെടുന്നത് നമ്മുടെ പേരിലാണ്, അല്ലേ? നമ്മളിപ്പോഴും അറിയപ്പെടുന്നത് നമ്മുടെ പേരിലാണ്. കർത്താവ് എത്രയോ പണ്ട് എഴുതി വെച്ച വചനമാണ്. ഏത് പ്രതികൂല സാഹചര്യത്തിലും, ഏത് ഞെരുക്കത്തിന്റെ സമയത്തും, എല്ലാ വേദനകൾക്കിടയിലും, എല്ലാ മാനസിക സംഘർഷങ്ങളുടെ സമയത്തും ഒട്ടും അസ്വസ്ഥരാകാതെ, ആകുലരാകാതെ നമുക്ക് സമാധാനം സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടുമെന്നാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്.
ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. മനഃശുദ്ധിയോടെ വിളിക്കട്ടെ. ഈശോ നൽകുന്ന സമാധാനം ആഗ്രഹിച്ചു വിളിക്കട്ടെ. നമ്മുടെ ആകുലതകളിൽ ഈശോയുടെ സമാധാനം നിറയട്ടെ. പ്രതിസന്ധികളിൽ കർത്താവിന്റെ സമാധാനം സമൃദ്ധമായുണ്ടാകട്ടെ. പ്രശ്നങ്ങൾ സമാധാനപരമായി പരിഹരിക്കപ്പെടട്ടെ. ഈശോ നൽകുന്ന സമാധാനം നമ്മുടെ കുടുംബങ്ങളിൽ ശാശ്വതമായി നിലനിൽക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് സമാധാനം നൽകുന്നത് ഈശോ മാത്രമല്ല, അല്ലേ? ഈശോയുടെ പുനരുത്ഥാനത്തിന് ശേഷവും ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന സമയങ്ങളിലെല്ലാം ഈശോ എന്താ പറയുന്നത്? നിങ്ങൾക്ക് സമാധാനം. ആ തിരുവചനമാണ് നമ്മളിപ്പോൾ തുടക്കത്തിൽ വായിച്ചത്. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്നവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. വീണ്ടും 21-ാമത്തെ തിരുവചനം യേശു വീണ്ടും അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. 26-ാമത്തെ തിരുവചനം, 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവന്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോടുകൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യേ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അവരൊക്കെ ചോദിച്ചാ സമാധാനം തരാനായിട്ട്? ഇല്ല. അവരാരും ചോദിക്കാതിരുന്നിട്ടും ഈശോ ദാനമായിട്ട് സമൃദ്ധമായി അവർക്ക് നൽകുന്നത് സമാധാനമാണ്. ഈശോ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല, ഈശോയുടെ മരണത്തിന് ശേഷം, പുനരുത്ഥാനത്തിന് ശേഷം ഈശോ നൽകുന്നത് സമാധാനമാണ്. അല്ലാതെ മരിക്കാതിരിക്കുന്നതിനുള്ള വരമൊന്നുമല്ല, അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള വരങ്ങളൊന്നുമല്ല, സമാധാനമാണ് നൽകുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് എന്താണ്? സമാധാനമാണ്. ഈശോ മരണത്തിന് മുമ്പും മരണത്തിന് ശേഷവുമൊക്കെ നൽകുന്നത്, ചോദിക്കാതെ ദാനമായിട്ട് നൽകുന്നത് സമാധാനമാണ്. നമ്മളാരും ചോദിക്കാതെ നമ്മളും കൊടുക്കാറില്ലേ ചിലതൊക്കെ ഫ്രീ ആയിട്ട്? എന്താണ്, മറ്റുള്ളവർക്ക് സ്വസ്ഥത കൊടുക്കാറുണ്ടോ? ഇല്ല, ഫ്രീ ആയിട്ട് കൊടുക്കുക നമ്മൾ. കർത്താവ് നൽകിയത് സമാധാനമാണ്. നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് മനസ്സമാധാനക്കേടാണ്, അല്ലേ? അസ്വസ്ഥത കൊടുക്കുന്നത്. ടീച്ചർ കൊടുക്കാറില്ലേ? സ്വസ്ഥത കൊടുക്കാറുണ്ടോ സാറിന്? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മനസ്സമാധാനം കൊടുക്കാത്തവരുണ്ട്, സ്വസ്ഥത കൊടുക്കാത്തവരുണ്ട്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ സമാധാനം എന്ന് പറയുന്നത് മരണത്തെ തോൽപ്പിച്ചവന്റെ സമാധാനമാണ്. അത് പാപത്തെ തോൽപ്പിച്ചവന്റെ സമാധാനമായിരുന്നു. അത് പാപത്തിന്റെ ഫലമായ സഹനത്തെയും മരണത്തെയും അതിജീവിച്ചവന്റെ സമാധാനമായിരുന്നു. ഇനി ഒന്നിനും തന്നെ നശിപ്പിക്കാൻ കഴിയില്ല എന്ന മഹാസത്യം പ്രഖ്യാപിക്കുന്നവന്റെ സമാധാനമായിരുന്നു. ഒടുവിൽ എല്ലാം പൂർത്തിയാക്കിയവന്റെ സമാധാനമായിരുന്നു. ഈശോ എങ്ങനെയാണ് എല്ലാം പൂർത്തിയാക്കിയത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടല്ലേ? അസ്വസ്ഥതകളും പ്രതിസന്ധികളും പീഡനങ്ങളും പുരുഷമരണമൊക്കെ വരുമ്പോഴും ഈശോ ശാന്തമായിട്ട് തന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങളൊക്കെ പൂർത്തിയാക്കുകയായിരുന്നു. അങ്ങനെ എല്ലാം പൂർത്തിയാക്കിയവന്റെ സമാധാനമാണ് ഈശോ നൽകുന്നത്. ഹല്ലേലൂയ. തൻ്റെ ശിഷ്യന്മാരും അതേ പാതകൾ തന്നെയാണ് പിന്തുടരുന്നതെന്ന് മനസ്സിലാക്കി അവർക്ക് ആത്മധൈര്യം നൽകുന്നതിനും അവരുടെ മനസ്സ് തളരാതിരിക്കുന്നതിനും വേണ്ടിയാണ് ഈശോ അവർ ആവശ്യപ്പെടാതെ തന്നെ അവർക്ക് സമാധാനം നൽകി അവരെ അനുഗ്രഹിക്കുന്നത്. ഉദ്ധാനം ചെയ്ത ഈശോ എമാവൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാരോടുകൂടെ സഹയാത്രികനായി കൂടെ നടക്കുന്ന സംഭവം നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. സുവിശേഷകൻ അത് മനോഹരമായിട്ട് വിവരിക്കുന്നുണ്ട്.
ഈ എമാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ മനസമാധാനം നഷ്ടപ്പെട്ടവരായിരുന്നു, മനസ്സിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടവരായിരുന്നു, അവർ ഹൃദയം മന്ദീഭവിച്ചവരായിരുന്നു, പിന്നെ വഴിതെറ്റി സഞ്ചരിക്കുന്നവരായിരുന്നു, കാര്യം ഗ്രഹിക്കാൻ സാധിക്കാത്ത വിധം അന്ധരായിരുന്നു. അപ്പോൾ ഈശോയുടെ കൂടെയുള്ള, പുനരുത്ഥാനം ചെയ്ത ഈശോയുടെ കൂടെയുള്ള ആ യാത്ര അവരെ വേറിട്ട വ്യക്തികളാക്കി മാറ്റുകയാണ്. അത് ഉള്ളിൽ സമാധാനം കൊണ്ട് നടക്കുന്നവരോടൊപ്പമുള്ള യാത്ര അവരെ വ്യത്യസ്തരാക്കി മാറ്റി. ഉള്ളിൽ സമാധാനം സൂക്ഷിക്കുന്നവന്റെ നാവിൽ നിന്നും പുറപ്പെട്ട വാക്കുകൾക്ക് ആ ശിഷ്യന്മാരുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കുവാനായിട്ടുള്ള ദൈവിക ശക്തിയുണ്ടായിരുന്നു. അതവരുടെ ഉൾക്കണ്ണുകൾ തുറക്കപ്പെടുവാനും കാര്യം ഗ്രഹിക്കുവാനും ബലമേകുന്നതായിരുന്നു. ഒടുവിൽ ആ സാന്നിധ്യം അവരെ, യേശുവിൻ്റെ പുനരുത്ഥാനം ചെയ്ത യേശുവിൻ്റെ സാന്നിധ്യം അവരെ പുതിയ കാഴ്ചപ്പാടുള്ള വ്യക്തികളായി മാറുവാനും തിരിച്ചു നടക്കാനും മടക്കയാത്ര ചെയ്യാനും പ്രേരണ നൽകി അനുഗ്രഹിച്ചു. യേശുവിൻ്റെ പുനരുത്ഥാനം ചെയ്ത യേശുവിൻ്റെ കൂടെയുള്ള ആ ഒരു സാന്നിധ്യമാണ് അവരെ വേറിട്ട വ്യക്തികളാക്കി, വ്യത്യസ്തരാക്കി മാറ്റിയത്. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, നമ്മുടെ ഉള്ളിൽ ദൈവം നിക്ഷേപിക്കുന്ന ആ പവിത്രമായ സമാധാനം നമ്മൾ കൈമോശം വരുത്താതെ കാത്തു സൂക്ഷിക്കുന്നവരാണെങ്കിൽ നമ്മുടെ സാന്നിധ്യമുള്ളിടത്ത് എന്തുണ്ടാകും? സമാധാനമുണ്ടാകും. നമ്മൾ പോകുന്നിടത്ത് സമാധാനമുണ്ടാകും. നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികളിലെല്ലാം ഈ സമാധാനം പ്രതിഫലിക്കും. അത് പലരുടെയും ജീവിതത്തിന് ഉൾക്കാഴ്ച നൽകുകയും പലരുടെയും ജീവിതത്തെ മാറ്റിമറിക്കുകയും ചെയ്യും. ഈ പരിശുദ്ധാത്മാവിൻ്റെ ഈ അഭിഷേകമില്ലാത്ത വ്യക്തികൾ എവിടെ ചെന്നാലും അവിടെ എന്തുണ്ടാകും? അവിടെ സമാധാനമുണ്ടാകില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ആശംസിച്ച സമാധാനം ഉള്ളിൽ സൂക്ഷിച്ചിരുന്നത് കൊണ്ടാണ് പത്രോസിനും മറ്റു ശിഷ്യന്മാർക്കും പീഡനങ്ങൾ ഉണ്ടായപ്പോഴും കാരാഗൃഹത്തിൽ അടച്ചപ്പോഴും സമാധാനത്തോടെ സ്വസ്ഥതയോടെ അവയെല്ലാം നേരിടുവാനായിട്ട് സാധിച്ചത്. ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ വെച്ച് അപ്പസ്തോലന്മാരെ പ്രഹരിച്ചപ്പോൾ യേശുവിൻ്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ അവർ സന്തോഷിച്ചുവെന്ന് വചനം പറയുന്നു. അപ്പസ്തോല പ്രവർത്തനം 5-ാം അധ്യായം 40-41 തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നു. വീണ്ടും പ്രിയപ്പെട്ടവരെ, അപ്പസ്തോല പ്രവർത്തനം 12-ാം അധ്യായത്തിൽ ഹേറോദേസ് പത്രോസിനെ ബന്ധനസ്ഥനാക്കി കാരാഗൃഹത്തിൽ അടയ്ക്കുന്ന സംഭവം നമ്മൾ വായിക്കുന്നു. പരസ്യ വിചാരണയുടെ തലേ രാത്രി പത്രോസ് ഇരുചങ്ങലകളാൽ ബന്ധിതനായി 2 പടയാളികളുടെ മധ്യേ എന്ത് ചെയ്യുകയായിരുന്നു? ഉറങ്ങുകയായിരുന്നു. 4 ഭടന്മാർ വീതമുള്ള 4 സംഘങ്ങളെയാണ് കാവലിന് നിയോഗിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് പത്രോസിന് ഉറങ്ങുവാനായിട്ട് സാധിക്കുന്നത്? നിങ്ങളാണെങ്കിൽ ഉറങ്ങുമോ? അറസ്റ്റും വേണ്ട, ഒന്നും വേണ്ട, പോലീസ് ഒന്ന് വീട്ടിൽ വന്നാൽ മതി, അല്ലേ? മനസമാധാനം നഷ്ടപ്പെട്ടു. ഇവിടെ പത്രോസ് ശാന്തനായിട്ട് ഉറങ്ങുകയാണ്. അടുത്ത ദിവസം വിചാരണയാണ്. നേരം പുലരുമ്പോൾ കാരാഗൃഹത്തിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന പത്രോസ് സ്വസ്ഥമായിട്ടുറങ്ങുകയാണ്. ഒരു ഭയവുമില്ല. പ്രിയപ്പെട്ടവരെ, പിന്നീട് ഈ തടവറയിൽ നടക്കുന്ന അത്ഭുതങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. കർത്താവിൻ്റെ ദൂതൻ പത്രോസിനെ തട്ടിയുണർത്തുകയാണ്. ഗാഢനിദ്രയിലാണ് പത്രോസ്. അവൻ്റെ കൈകളിൽ നിന്നും ചങ്ങല താഴെ വീഴുന്നു. തടവറയുടെ വാതിൽ കടന്ന് പുറത്തു വരുന്നു. കാവൽ സംഘങ്ങളൊക്കെ പിന്നിടുന്നു. നഗരകവാടം സ്വയം തുറക്കപ്പെടുന്നു. പത്രോസ് സുരക്ഷിതനായി പുറത്തു കടക്കുന്നു.
പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പത്രോസിന് യാതൊരു അറിയാമായിരുന്നു. അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ പത്രോസ് ശാന്തനായിട്ടുറങ്ങുന്നതിൽ യാതൊന്നും നമുക്ക് പറയാനില്ല. ഇതൊന്നും അറിയാതെയാണ്, ഈ അത്ഭുതങ്ങളൊക്കെ നടക്കുമെന്നറിയാതെയാണ് പത്രോസ് ശാന്തനായിട്ട് കിടന്നുറങ്ങുന്നത്. സ്വസ്ഥമായിട്ട് ആ പടയാളികളുടെ മധ്യത്തിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് ഉറങ്ങുന്നത്. നമുക്കറിയാം, പത്രോസും കൂട്ടരും യാത്ര ചെയ്തിരുന്ന വഞ്ചി കാറ്റിലും തിരമാലയിലും പെട്ട് ഉലയുമ്പോൾ ശാന്തനായി ഉറങ്ങിക്കൊണ്ടിരുന്ന യേശുവിനെ തട്ടി വിളിച്ചുണർത്തി ഭയപ്പാടുകളോടെ നിലവിളിച്ചലറിയതാരാ? ഈ പത്രോസും കൂട്ടരുമല്ലേ? അവിടെ ബഹളമുണ്ടാക്കിയ ഉറങ്ങുന്ന യേശുവിനെ, ശാന്തമായിട്ടുറങ്ങുന്ന യേശുവിനെ വിളിച്ചുണർത്തിയ പത്രോസാണ് ഇവിടെ ശാന്തനായിട്ട് കിടന്നുറങ്ങുന്നത്, ഒന്നും അറിയാത്തവനെ പോലെ ഉറങ്ങി വിശ്രമിക്കുകയാണ്. ഹേറോദേസ് രാജാവ് സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പസ്തോലന്മാരിൽപ്പെട്ട യോഹന്നാന്റെ സഹോദരൻ യാക്കോബിനെ ഇതിനകം ഹേറോദേസ് വാളിനിരയാക്കിയ വിവരം ആർക്കറിയാം? എല്ലാവർക്കും അറിയാം, പത്രോസിനും അറിയാം. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ യഹൂദ ജനത ഒന്നടങ്കം സന്തോഷിക്കുകയാണ്. അത് വീണ്ടും കൂടുതൽ പീഡനങ്ങൾ അഴിച്ചുവിടുവാനും പലരെയും വാളിനിരയാക്കുവാനുമായിട്ട് ഹേറോദേസിനെ പ്രേരിപ്പിച്ചത് കൊണ്ടാണ് ആ ഒരു ഉദ്ദേശത്തോടു കൂടി പത്രോസിനെയും കാരാഗൃഹത്തിൽ അടച്ചിരിക്കുന്നത്. ഇതൊക്കെ അറിയാവുന്ന പത്രോസാണ് ഇവിടെ ഉറങ്ങുന്നത്. യാക്കോബിന് സംഭവിച്ച കാര്യങ്ങളെല്ലാം അറിയാം. അപ്പോൾ ഒരു കാരണവശാലും പത്രോസ് രക്ഷപ്പെടരുത് എന്ന ഉദ്ദേശത്തോടെയാണ് 4 ഭടന്മാർ വീതമുള്ള 4 സംഘങ്ങളെ തടവറയുടെ കാവലിനായി നിയോഗിച്ചിരിക്കുന്നത്. ഇതെല്ലാം വ്യക്തമായി അറിയാവുന്ന പത്രോസാണ് പരസ്യ വിചാരണയ്ക്ക് പുറത്തു കൊണ്ടുവരുവാൻ ഹേറോദേസ് നിശ്ചയിച്ചിരിക്കുന്നതിൻ്റെ തലേ രാത്രി ശാന്തനായി ഉറങ്ങുന്നത്. ഒരുപക്ഷെ ഇത് തൻ്റെ ജീവിതത്തിലെ അവസാനത്തെ രാത്രിയാകാം. അടുത്ത ദിവസം എന്തു വേണമെങ്കിലും സംഭവിക്കാം. താൻ ഒരുപക്ഷെ വാളിനിരയായേക്കാം. എന്തൊക്കെ പറഞ്ഞാലും പത്രോസിന് യാതൊരു ഭയപ്പാടുമില്ല, ഒരസ്വസ്ഥതയുമില്ല. പത്രോസ് ശാന്തനായി ഉറങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, പത്രോസ് പീഡനങ്ങൾ ഭയപ്പെടാത്തതിന് കാരണം, പ്രതിസന്ധികളിൽ അസ്വസ്ഥനാകാത്തതിന് കാരണം പത്രോസിന്റെ ഉള്ളിൽ നിറഞ്ഞിരുന്നത് ഉദ്ധിതനായ ക്രിസ്തുവും അവന്റെ സമാധാനവുമായിരുന്നു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ സമാധാനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അസ്വസ്ഥതകൾക്കും പീഡനങ്ങൾക്കുമൊന്നും നമ്മെ തൊടാൻ പോലും സാധിക്കുകയില്ല. ഈശോയുടെ സാന്നിധ്യമുണ്ടെങ്കിൽ, അവൻ കൂടെയുണ്ടെങ്കിൽ തുറക്കപ്പെടാത്ത വാതിലുകൾ ഉണ്ടാകില്ല, അഴിഞ്ഞു വീഴാത്ത ചങ്ങലകൾ ഉണ്ടാകില്ല. കാരണം അവൻ അസ്വസ്ഥതകളെ, പീഡനങ്ങളെ, മരണത്തെ തോൽപ്പിച്ച് കീഴടക്കിയവനാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, പീഡനത്തോടുള്ള സമീപനത്തെക്കുറിച്ച് പത്രോസ് ശ്ലീഹ എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. 1 പത്രോസ് 3-ാം അധ്യായം 14-15 തിരുവചനങ്ങൾ. നീതിക്കു വേണ്ടി കഷ്ടതകൾ സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. അവരുടെ ഭീഷണി നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ അസ്വസ്ഥരാകുകയും വേണ്ട. ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. അപ്പോൾ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ, പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആരുണ്ടാകണം? ഈശോ ഉണ്ടാകണം. ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിൽ പൂജിക്കുവാനാണ് പറയുന്നത്. ചോദിച്ചോട്ടെ, നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ പൂവിട്ട് പൂജിക്കുന്നത് ആരെയാ? ഈശോയാണ്. എന്നിട്ടെന്താ നിങ്ങളുടെ അസ്വസ്ഥതകൾ മാറാത്തത്? മേരി ചേച്ചിയുടെ അസ്വസ്ഥതകളൊക്കെ മാറി ആ അസ്വസ്ഥതകളെല്ലാം നമ്മളിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അങ്ങനെ വ്യാഖ്യാനിക്കാമോ? ഹല്ലേലൂയ. തമാശ പറഞ്ഞതാണ് കേട്ടോ.
ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പത്രോസിന്റെ ഉള്ളിൽ മുഴുവൻ, ഹൃദയം മുഴുവൻ ഉദ്ധിതനായ ക്രിസ്തുവായിരുന്നു. അതുകൊണ്ടാണ് കഷ്ടതകൾക്കും ഭീഷണികൾക്കും കാരാഗൃഹത്തിനും ചങ്ങലകൾക്കുമൊന്നിനും പത്രോസിനെ അസ്വസ്ഥനാക്കാൻ കഴിയാതിരുന്നത്. ഇപ്പോൾ മനസ്സിലായോ എന്തുകൊണ്ടാണ് പത്രോസ് ഉറങ്ങിയത്? അപ്പോൾ നമ്മൾ അസ്വസ്ഥരാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഹൃദയത്തിൽ യേശുവില്ല, നമ്മൾ മറ്റു പലതിനെയുമാണ് പൂജിക്കുന്നത്. വീണ്ടും പത്രോസ് എഴുതുകയാണ്. ക്രിസ്തീയ സഹനത്തെക്കുറിച്ച് പത്രോസ് എഴുതുന്നത് ഇങ്ങനെയാണ്. 1 പത്രോസ് 4-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ നമ്മൾ പഠിക്കേണ്ട വചനങ്ങളാണ്. നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാലെന്ന പോലെ പരിഭ്രമിക്കരുത്. അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ എന്താണ്? പരിഭ്രമിക്കരുത്. ക്രിസ്തുവിന്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. അവന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. വീണ്ടും പ്രധാനപ്പെട്ട വചനം ഇതാണ്. ക്രിസ്തുവിന്റെ നാമനിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ മഹത്വത്തിന്റെ ആത്മാവ്, അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. അപ്പോൾ ഈശോ ഉള്ളിലുണ്ടെങ്കിൽ നമുക്കെന്തുണ്ടാകും? സമാധാനമുണ്ടാകും. അതുപോലെ മഹത്വത്തിന്റെ ആത്മാവ്, പത്രോസ് പറയുകയാണ്, മഹത്വത്തിന്റെ ആത്മാവ്, അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുകയാണെങ്കിൽ എന്തുണ്ടാകും? ഈ പീഡനങ്ങളൊക്കെ സഹിക്കാനായിട്ട് നമുക്ക് ശക്തി ഉണ്ടാകും. അതൊക്കെ സന്തോഷമായിട്ട് മാറും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ, ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുമ്പോൾ സഹനങ്ങളും പീഡനങ്ങളും ഒന്നും നമ്മെ തളർത്തിക്കളയുകയില്ല, നമ്മുടെ സ്വസ്ഥത ഒരിക്കലും നഷ്ടപ്പെടുത്തുകയില്ല. പത്രോശരിയായി ഈ വചനങ്ങളൊക്കെ വെറുതെ എഴുതി വച്ചിരിക്കുന്നതല്ല, സ്വന്തം അനുഭവത്തിൽ എഴുതി വെച്ച തൻ്റെ ജീവിതത്തിൽ താൻ അത് സാധിക്കുമെന്ന് പത്രോസിലിയ കാണിച്ചു തരികയാണ്. അല്ലാണ്ട് വെറുതെ ഭംഗിവാക്കായിട്ട് എഴുതി വച്ചിരിക്കുകയല്ല, അനുഭവത്തിൽ നിന്നും അടർത്തിയെടുത്ത വരികളാണ്. ഓർക്കുക, ക്രിസ്തുവിന്റെ സഹവാസമുള്ളിടത്ത്, ആത്മാവിന്റെ ആവാസമുള്ളിടത്ത് പീഡനങ്ങൾ, സഹനങ്ങൾ, ദുഃഖങ്ങൾ, അസ്വസ്ഥതകൾ ആഹ്ലാദമായി, ആനന്ദമായി അത് പരിണമിക്കും. അത് ദൈവസ്തുതികളിലേക്കൊരുവനെ നയിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായത്തിൽ കാരാഗൃഹത്തിൽ കഴിയുന്ന പൗലോസിന്റെയും ശീലാസിന്റെയും സംഭവം നമുക്കറിയാം, അല്ലേ? അവർ പൊതുസ്ഥലത്തുകൂടി വലിച്ചിഴക്കപ്പെട്ടവരാ. അവരെ പ്രഹരിച്ച ശേഷമാണ് കാരാഗൃഹത്തിന്റെ ഉള്ളറയിലാക്കിയിട്ട് കാലുകൾ കാമം വെച്ചത്. ആരൊക്കെയാണ്? പൗലോസും ശീലാസും. ഈ പീഡനങ്ങൾക്ക് ശേഷമാണ് വലിച്ചിഴക്കപ്പെട്ട്, തെരുവിലൂടെ വലിച്ചിഴക്കപ്പെട്ട് ഈ പ്രഹരങ്ങളൊക്കെ ഏൽപ്പിച്ചതിന് ശേഷമാണ് കാരാഗൃഹത്തിന്റെ ഉള്ളറയിലാക്കിയിട്ട് കാലുകൾ കാമം വെച്ചത്. അർദ്ധരാത്രിയോടടുത്ത് പൗലോസും ശീലാസും എന്ത് ചെയ്യുകയായിരുന്നു? കീർത്തനം പാടി നമുക്ക് കരമടിച്ച് നമുക്ക് സ്തുതിക്കാം ദൈവത്തെ. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ജീവിതത്തിലാണുണ്ടെങ്കിൽ നിങ്ങൾ കരമടിച്ച് ദൈവത്തെ സ്തുതിക്കുമോ? കീർത്തനം പാടുമോ? ഉള്ള പ്രാർത്ഥന തന്നെ മാറ്റിവെക്കും, അല്ലേ? ഇനി പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല. അർദ്ധരാത്രിയോടടുത്ത്, ഉറങ്ങേണ്ട സമയമാണ്, അർദ്ധരാത്രിയോടടുത്ത് പൗലോസും ശീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. അവർ ഒരിക്കലും സ്വസ്ഥത നഷ്ടപ്പെട്ട്, മനസമാധാനം നഷ്ടപ്പെട്ട്, ഭയന്ന് വിറച്ച് കരയുകയായിരുന്നില്ല, ദൈവത്തെ പഴി പറയുകയായിരുന്നില്ല. ഇത്രമാത്രം സുവിശേഷം പ്രഘോഷിച്ചിട്ടും എന്തുകൊണ്ടാണ് ദൈവം ഇത്രമാത്രം പീഡനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടത്തിവിടുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് തരുന്നത് എന്നൊരിക്കലും പരിഭവം പറഞ്ഞില്ല.
അവർ ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ തടവറയിലും ഒരു അത്ഭുതം നടക്കുന്നുണ്ട്, ഇല്ലേ? അവിടെ വലിയ ഒരു ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിന്റെ അടിത്തറ കുലുങ്ങി, എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു, എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. പൗലോസും ശീലാസും എന്ത് ചെയ്തു? കിട്ടിയ അവസരം മുതലാക്കിയവർ രക്ഷപ്പെട്ടോ? തടവറ തുറന്നു കിടക്കുക, ചങ്ങലകളൊക്കെ അഴിഞ്ഞു വീണു. രക്ഷപ്പെടാൻ കിട്ടുന്ന സമയം നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? ഓടി. പൗലോസും ശീലാസും സമാധാനമായിട്ട് അവയൊക്കെ നേരിടുകയാണ്. പടയാളികൾ ആത്മഹത്യ ചെയ്യാനായിട്ട് എന്ത് ചെയ്ത്? വാളൊക്കെ ഊരിയെടുത്തു. പൗലോസ് പറഞ്ഞു, സാഹസമൊന്നും കാണിക്കരുത്, ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്, ഞങ്ങൾ രക്ഷപ്പെട്ടിട്ടില്ല. പിന്നീടുള്ള സംഭവം നമുക്കറിയാം, അവരുടെയൊക്കെ മാനസാന്തരത്തിന് കാരണമാകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈയൊരു പ്രതിസന്ധിയെ, ഈയൊരു സാഹചര്യത്തെ പൗലോസും ശീലാസും ശാന്തതയോടെ നേരിടുകയാണ്. എങ്ങനെയാണ് ഈ അവസ്ഥകളെ അവർക്ക് ശാന്തതയോടെ നേരിടുവാനായിട്ട് സാധിച്ചത്? കാരണം അവർക്കും അറിയില്ല ഈ അത്ഭുതം നടക്കുമെന്ന് അവർക്കറിയാമായിരുന്നു. ഒരു മുന്നറിയിപ്പുമില്ല, ഒരു പ്രവചനവുമില്ല. അവർക്കറിയില്ലായിരുന്നു ഇങ്ങനെ അത്ഭുതങ്ങളൊക്കെ നടക്കുമെന്ന്. പക്ഷേ അവർ ശാന്തമായിട്ട് അവയെല്ലാം നേരിട്ടു. അതിന് കാരണം അവരുടെ ഉള്ളിൽ ആരുണ്ടായിരുന്നു? യേശു ഉണ്ടായിരുന്നു. അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർക്ക്, ആത്മാവിൻ്റെ സ്ഥിര സാന്നിധ്യം ഉള്ളിൽ പേറുന്നവർക്ക് അവർ അനുഭവിക്കുന്ന പീഡനങ്ങൾ, അവർ അനുഭവിക്കുന്ന അസ്വസ്ഥതകൾ, അവരുടെ ആത്മനൊമ്പരങ്ങളെല്ലാം ആനന്ദമായി, ആഹ്ലാദമായി, ദൈവസ്തുതികളായി മാറും. അവരുടെ മനസ്സമാധാനത്തിനും സ്വസ്ഥതയ്ക്കും ഒരിക്കലും ഭംഗം വരുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫ്രാൻസിസ് അസിസി പുണ്യാളനും ബ്രദർ ലിയോയും അവരെപ്പോഴും സന്തത സഹചാരികളാണ്. അപ്പോൾ അവർ രണ്ടുപേരും ഒരിക്കൽ കൊള്ളക്കാരുടെ കയ്യിലകപ്പെട്ടു. അവരെ ഒത്തിരിയേറെ പ്രഹരിച്ചിട്ട് അവരുടെ പോക്കറ്റൊക്കെ പരിശോധിച്ചിട്ടൊന്നും കിട്ടിയില്ല കൊള്ളക്കാർക്ക്. അപ്പോൾ ഒത്തിരി അസഭ്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ രണ്ടുപേരെയും പ്രഹരിച്ചിട്ട് പൊട്ടക്കുഴിയിലേക്ക് തള്ളിയിടുകയാണ്. അപ്പോൾ ബ്രദർ ലിയോ വേദന കൊണ്ട്, ശരീരമൊക്കെ ആകെ മുറിവേറ്റ് വേദനിക്കുന്നുണ്ട്. അപ്പോൾ ബ്രദർ ലിയോ വേദന കൊണ്ട് ഇങ്ങനെ ഞെളിവിരി കൊള്ളുകയും ഞരങ്ങുകയും മൂടുകയുമൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഫ്രാൻസിസ് അസീസി പുണ്യാളൻ ലിയോയോട് ചോദിക്കുകയാണ്, ലിയോ, നിനക്ക് വേദനിക്കുന്നുണ്ടോ? അല്ല, വേദനിച്ച് കരയുന്ന ഒരാളോടൊക്കെ വേദനയുണ്ടെന്ന്. ലിയോയ്ക്ക് അരിശം കയറി. അരിശം മൂത്ത് അയാൾ പറഞ്ഞ്, പിന്നെ ഇത് ഇരുമ്പൊന്നുമല്ല, ഇത് ശരീരമാണ്, ഇത് പച്ച മാംസമാണ്, അതിനെ കുറച്ച് വേദനകളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഫ്രാൻസിസ് പുണ്യാളൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശരീരം ആത്മാവായി മാറുമെന്നൊരിക്കൽ പറഞ്ഞത് മറന്നുപോയോ? ശരീരം ആത്മാവായി മാറുമെന്ന് ഒരിക്കൽ പറഞ്ഞത് മറന്നുപോയോ? അപ്പോൾ ലിയോ ഇപ്പോഴും ശരീരത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് പീഡനങ്ങളൊക്കെ വേദനകളാണ്. പുണ്യാളൻ്റെ ശരീരം എന്തായി മാറി? ആത്മാവായി മാറി. ആത്മാവാണ്. അപ്പോൾ അതുകൊണ്ട് വേദനയില്ല. അതുകൊണ്ടാണ് അവർ രണ്ടുപേരും പിന്നീട് അങ്ങോട്ട് ദൈവസ്തുതികൾ പാടിക്കൊണ്ടങ്ങ് പോവുകയാണ്. ലിയോ സങ്കടപ്പെട്ടുകൊണ്ടാണ് പാടുന്നതെങ്കിലും പുണ്യാളൻ സന്തോഷത്തോടെ. കാരണം ആത്മാവായി, ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ആത്മീയ മനുഷ്യരായി മാറിയ വ്യക്തികൾക്കൊരിക്കലും വേദനയുണ്ടാകില്ല. അതാണ് ഈ പൗലോസിലും ശീലാസിലും പത്രോസിലും അതുപോലെയല്ല നമ്മൾ നോക്കിയോ രക്തസാക്ഷികളായിട്ട് എല്ലാ വ്യക്തിയിലും കാണുന്നതാണ്. അത് പലർക്കും ഒരു അത്ഭുതമായിരുന്നു. ഇവരെങ്ങനെയാണ് സന്തോഷത്തോടെ ഈ കുരിശുകളൊക്കെ, ഈ സഹനങ്ങളൊക്കെ നേരിടുന്നത്? കാരണം ശരീരം ആത്മാവായി മാറുന്ന ഒരവസ്ഥ. ആത്മീയ മനുഷ്യരായി നമ്മൾ മാറുമ്പോൾ പിന്നെ വേദനകൾ ഉണ്ടാകില്ല, ദുഃഖങ്ങൾ ഉണ്ടാകില്ല, ആകുലതകൾ ഉണ്ടാകില്ല. അതാണൊരു രൂപാന്തരീകരണം എന്ന് പറയുന്നത്, നമ്മളിൽ വരുന്ന മാറ്റം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഉള്ളുപൊള്ളുന്ന സമയങ്ങളും സംഭവങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. കരകയറാൻ പറ്റാത്ത പ്രതിസന്ധികൾ
നാലുപാടും ഉയർന്നു വരാറുണ്ട്. ജീവിതം വഴിമുട്ടുന്ന അവസരങ്ങൾ ഉണ്ടാകാറുണ്ട്. കടബാധ്യത, ജപ്തി ഭീഷണി, സാമ്പത്തിക പ്രതിസന്ധികൾ, രോഗപീഠകൾ, ജോലി നഷ്ടപ്പെട്ട അവസ്ഥകൾ. പ്രിയപ്പെട്ടവരെ, ഇവയെല്ലാം നമ്മുടെ സമാധാനവും സ്വസ്ഥതയുമൊക്കെ കവർന്നെടുക്കുന്നതാണ്. ഇതിനെന്താണൊരു പരിഹാരം? പത്രോസ്ലീഹ പറയുകയാണ്, പീഡനങ്ങൾ സഹിച്ച പത്രോസ്ലീഹ നമ്മെ ഉപദേശിക്കുന്നത് ഇങ്ങനെയാണ്. 1 പത്രോസ് 5:6, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നമുക്കൊരുമിച്ച് പറയാം, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് പറയാം, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. പ്രിയപ്പെട്ടവരെ, ഈയൊരു പ്രാർത്ഥന നമ്മുടെ അധരങ്ങളിലുണ്ടെങ്കിൽ നമ്മുടെ മനസമാധാനക്കേടിന് നമുക്ക് പരിഹാരം കണ്ടെത്തുവാനായിട്ട് സാധിക്കും. എല്ലാം ക്രിസ്തുവിൽ ഭരമേൽപ്പിക്കുന്ന മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ശാശ്വതമായ സമാധാനം കൊണ്ടുവരും. നമ്മളൊന്നും വിട്ടുകൊടുക്കില്ലല്ലോ, അല്ലേ? നമ്മളൊന്നും വിട്ടുകൊടുക്കില്ല, ആർക്കും ഒന്നും കൊടുക്കില്ല. നന്മയാലും തിന്മയാലും ആർക്കും വിട്ടുകൊടുക്കില്ല. നമ്മൾക്ക് ഈ ക്രിസ്തുവിൽ ഭരമേൽപ്പിക്കുന്ന ഈ ഒരു മനോഭാവം, നമ്മുടെ വേദനകൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ എല്ലാം ക്രിസ്തുവിൽ ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ അതൊരു പരിഹാരമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ശാശ്വതമായ സമാധാനം അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ക്രിസ്തുവിൽ വിട്ടുകൊടുക്കുക. അവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ പൗലോസ്ലീഹ നൽകുന്ന ഉപദേശം, ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഈ സമാധാനത്തിലേക്കാണ് നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. കൊളോസ്യർക്കുള്ള ലേഖനം 3:15. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അവസാനിപ്പിക്കുന്നു. നമ്മുടെ ഹൃദയം കർത്താവിന് വേണ്ടിയുള്ളതാണ്. കർത്താവിന് വേണ്ടി തുറന്നു കൊടുക്കാം. ആത്മാവിൻ്റെ അഭിഷേകമുണ്ടാകട്ടെ. കർത്താവ് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ആത്യന്തികമായിട്ട് പരിഹരിക്കപ്പെടും. പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ സമാധാനം നിത്യമായി പൂർണ്ണമായി നമ്മളിൽ നിലനിൽക്കും. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. പൂർണ്ണ മനസ്സോടെ വിളിക്കാം. എല്ലാ ഉത്കണ്ഠകളും ആകുലതകളും കർത്താവിൽ സമർപ്പിച്ച് വിളിക്കാം. ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും സമാധാനപരമായി പരിഹരിക്കപ്പെടട്ടെ. ഈശോ നൽകുന്ന സമാധാനം കുടുംബത്തിൽ ശാശ്വതമായി നിലനിൽക്കട്ടെ. ആത്മാവിൽ നിറഞ്ഞു വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കണ്ണുകളടക്കാം.